സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം ചർച്ച ചെയ്ത് വേണം തീരുമാനമെടുക്കാൻ. ഒരു സംവിധാനവും തങ്ങളുടെ അധികാരമുണ്ട് എന്ന നിലയിൽ പ്രയോഗിക്കരുത് എന്ന നിലയിൽ തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് ചാൻസലറും ഗവൺമെൻറ്റും തമ്മിലുള്ള ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ആ ചർച്ചകൾക്കിടയിലാണ് ആ വിധി വന്നത്. അത് കുറേ കൂടി ആധികാരികത ഇത്തരം ചർച്ചകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് ചർച്ചകളുടെ വന്നിട്ടുള്ളത്. ആ ചർച്ചകൾ ഇനിയും തുടരും. നമ്മുടെ സർവകലാശാല വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. നിയമപരമായിട്ടും രീതിയിലുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ അതിൻ്റെ ഭാഗമായിട്ട് തുടരും. ആ ചർച്ചകൾ തുടരും. നമ്മളിപ്പോൾ അത്തരം മീറ്റിംഗ് യോഗങ്ങൾ അതിൻ്റെ അന്തസ്സത്തയ്ക്കകത്ത് നിന്നുകൊണ്ടാണല്ലോ. അത് സംബന്ധിച്ച് ചർച്ചകൾ തുടരും. പൊതുവെ ഗവൺമെൻറ്റിൻ്റെ നേരത്തെ തന്നെ സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ നടത്തിയ ചർച്ചകൾ ശരിയായ ദിശയിലായിരുന്നു. വിധി വന്നു. അതിനുശേഷമുള്ള ഒരു പ്രശ്നത്തിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ശക്തമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ആ ചർച്ചയും ഇതിനു ശേഷം തുടരും. അതെ, ചർച്ചകളെല്ലാം പോസിറ്റീവാണല്ലോ. സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ചർച്ച ഇനിയും ഇപ്പോൾ പൂർണ്ണമായില്ല. ഇന്ന് ഞങ്ങൾക്കും 10:30 നിശ്ചയിച്ചിരുന്നു. പിന്നെ മാസ്റ്റർ വിയോഗമൊക്കെ ഉള്ളതുകൊണ്ട് സമയം പുനഃക്രമീകരിച്ചു. തിരിച്ചിങ്ങോട്ട് വരേണ്ടതുണ്ടായിരുന്നു. ഇനി അടുത്ത ആഴ്ച വീണ്ടും ചർച്ചകൾ തുടരും.